നമസ്കാരം. ഐ എം ഡോക്ടർ ജുനൈദ് ജെയിംസ്. ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ഒക്കെ ഒരുപാട് കഴിച്ചതിന് ശേഷം പിന്നെ പതിയെ നിർത്തുന്ന സമയത്ത് വൈറ്റമിൻ ഡി വീണ്ടും തിരിച്ച് ലോ ആയി പോകുന്നു, കുറഞ്ഞു പോകുന്നു. വൈറ്റമിൻ ഡി സ്റ്റേബിളായിട്ട് രക്തത്തിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പല ആളുകളും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാത്തത്? അപ്പോൾ ഈ ഒരു കാര്യം പല ആളുകളും ചോദിക്കാറുണ്ട്. നമ്മളെ വീഡിയോക്ക് അടിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പം വൈറ്റമിൻ ഡി പൊതുവെ നമുക്ക് സ്കിന്നിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. സൂര്യപ്രകാശം സ്കിന്നിൽ തട്ടുമ്പോൾ സ്കിന്നിന് താഴെ കൊഴുപ്പുകളിൽ നിന്നായിട്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുകയും അത് പിന്നെ ലിവറിലേക്ക് എത്തി ലിവറിൽ നിന്ന് ആക്റ്റീവാക്കി അതിൽ നിന്ന് വീണ്ടും കിഡ്നിയിലേക്കെത്തി കിഡ്നിയിൽ നിന്നും വീണ്ടും ആക്ടിവേഷൻ പ്രോസസ്സിലേക്ക് കടന്ന് പിന്നെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. പക്ഷേ നമുക്കിന്ന് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിലൂടെ കിട്ടുന്നുണ്ട്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്നുണ്ട്. എന്നിട്ടൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ഡി രക്തത്തിൽ നോർമലാക്കി നിൽക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്? അപ്പോൾ ഇതിന് ഉത്തരം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗൻ ഇതിൽ പങ്ക് വഹിക്കുന്നുണ്ട് മനസ്സിലാക്കുക. അതാണ് ലിവർ. ലിവർ നമ്മുടെ വൈറ്റമിൻ ഡിയെ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഈ ആക്ടിവേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ വൈറ്റമിൻ ഡി രക്തത്തിൽ ആക്റ്റീവായ രീതിയിൽ നിൽക്കണമെങ്കിൽ ഈ ലിവറിൻ്റെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ അതതിനെ ബാധിക്കും. പ്രത്യേകിച്ചും ലിവറിൽ പതിയ രീതിയിൽ കൊഴുപ്പുകളൊക്കെ അടിഞ്ഞു കൂടി വരുന്ന രീതിയിൽ പതിയെ തുടക്കത്തിൽ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ പല പല സൂചനകൾ കാണാൻ തുടങ്ങും. പിന്നീട് ഫാറ്റി ലിവറായിട്ടും പിന്നെ മറ്റെന്തെങ്കിലും അസുഖമൊക്കെ ആയി വരുമ്പോൾ അല്ലെങ്കിൽ ലിവർ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അമിതമായി മദ്യപിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണപ്പെടാറുണ്ട്. അപ്പോൾ ലിവർ എന്നൊരു ഓർഗൻ ഇതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം എല്ലാവർക്കും ലിവറിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഇത് ഉണ്ടാവുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു വലിയ സംഖ്യ വരുന്ന ആളുകൾക്കും ഈ ഒരു പ്രശ്നം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം പൊതുവെ നമുക്ക് ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പം ഒട്ടുമിക്ക ആളുകളിലും അതിൽ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും പല ആളുകളിലും അങ്ങനെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആയിട്ട് കാണിക്കാറുണ്ട്. അപ്പം എന്താണ് ചെയ്യേണ്ടത് ഇനി? അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രമേഹ രോഗിയാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് എപ്പോഴെങ്കിലും ലിവറിൻ്റെ ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള അസുഖമുള്ള ആളായിരുന്നോ? അതുപോലെ തന്നെ അമിതവണ്ണമുള്ള ആളാണോ? അല്ലെങ്കിൽ മദ്യപാനം ഒരുപാട് എടുക്കുന്ന ആളാണോ? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ലിവറിന് കാര്യമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും ആദ്യം നല്ലത്. അല്ലാതെ നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇതുപോലെ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിനെ നല്ല രീതിയിൽ ആഹാരത്തിലൂടെ നോർമലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ലിവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു ഓർഗനാണ്. അപ്പം എന്തിനാണ് അത് കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്? കാരണം നമ്മുടെ തലച്ചോറ് അടക്കമുള്ള അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് തലച്ചോറ്. അത് അടക്കമുള്ള ഓർഗൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കൊഴുപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ വളരെയധികം അനിവാര്യമാണ്. ഇപ്പം നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിലും ലിവർ അത് ഉൽപ്പാദിപ്പിക്കും. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്? കൊഴുപ്പ് ഒരുപാട് കഴിക്കണമെന്നല്ല. പക്ഷേ ആവശ്യമില്ലാത്ത ചീത്ത കൊഴുപ്പുകൾ അവോയ്ഡ് ചെയ്ത് നല്ല കൊഴുപ്പുകളായ നല്ല ആഹാരത്തിലൂടെ കിട്ടുന്ന അവക്കാഡോ, അതുപോലെ ഈ ഫിഷ് ലിവർ ഓയിൽ, ഫ്ലാക്സ് സീഡ്, അതുപോലെ വാൾനട്ട് പോലുള്ള നട്ട്സിലൂടെയൊക്കെ നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടാറുണ്ട്. ഇതുപോലുള്ള കൊഴുപ്പുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നല്ല കൊഴുപ്പ് എത്തുകയും ഈ എക്സ്ട്രാ കൊഴുപ്പ്, ചീത്ത കൊഴുപ്പുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ചീത്ത കൊഴുപ്പുകളായിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ ഓയിൽ, റിഫൈൻഡ് ഓയിലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ? അപ്പോൾ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഒരു തവണ ഉപയോഗിച്ച ഓയിൽ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ശീലമൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ പുറമെ നിന്ന് വാങ്ങുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും വറുത്തും പൊരിച്ചൊക്കെ പുറമെ നിന്ന് വാങ്ങുന്ന രീതി അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട്
കാർബോഹൈഡ്രേറ്റുകൾ അന്നജം കൂടുതൽ എടുത്താലും അത് ശരീരത്തിൽ അവസാനം ഒന്നിൽ ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ ഈ എക്സസ് ആയിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റ്സിനെ കൊഴുപ്പാക്കിയിട്ട് ശരീരം ലിവർ മാറ്റും. അപ്പോൾ അമിതമായി കാർബോഹൈഡ്രേറ്റ്, അതായത് ചോറ് കഴിക്കുന്ന ശീലമുള്ള ആളുകൾ, അമിതമായി മധുരങ്ങൾ, എനർജി കൂടുതൽ കിട്ടുന്ന ആഹാരങ്ങൾ കഴിക്കുന്ന ആളുകൾ, ഈ ശീലങ്ങൾ മാറ്റി വെക്കണം. കാരണം ഈ ശീലങ്ങൾ തുടർന്ന് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ചീത്ത കൊഴുപ്പ് കഴിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് ലിവറിലെത്തുമ്പോൾ പതിയെ കൊഴുപ്പായിട്ട് മാറും. അത് പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളായിട്ട് വരികയും ചെയ്യും. അപ്പം കാർബോഹൈഡ്രേറ്റിനെ മിതമായി ഉപയോഗിക്കുക, നല്ല കൊഴുപ്പുകൾ ആഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ചീത്ത കൊഴുപ്പുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു രീതിയിൽ മാനേജ് ചെയ്ത് പോകുമ്പം ലിവറിൻ്റെ ഫങ്ഷൻ പതിയെ നോർമലിലേക്ക് തിരിച്ചെത്താനും വൈറ്റമിൻ ഡി ലെവൽ പൊതുവെ നോർമലായി വരുന്നതായിട്ടും ഒക്കെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത നല്ലൊരു കണ്ടന്റുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.